കേരളത്തിൽ നടക്കുന്ന ക്രൈമുകൾ മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പരിശോധിച്ചാൽ ഏകദേശം കേരളത്തിൽ വർഷം ഒരു 11% ക്രൈം കൂടുന്നുണ്ട്. ക്രൈം റേറ്റിന്റെ വർധനവ് 11% നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വളരെ സർപ്രൈസിംഗ് ആയ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മർഡറുകൾ, അതായത് കൊലപാതകങ്ങളുടെ എണ്ണം ഏകദേശം സ്റ്റേബിൾ ആണ് എന്നിട്ട് നമുക്ക് കാണാം. ഏതാണ്ട് ഒരു 320 മുതൽ 325 കൊലപാതകങ്ങൾ വരെയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിൽ നടന്നു. ആ നിരക്കിൽ വലിയ തോതിൽ വർധനവ് വന്നിട്ടില്ല. ഇനി ബാക്കിയുള്ള രീതിയിൽ നമ്മൾ ക്രൈമുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വർധനവ് നമ്മൾ കാണുന്നത് 3 തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലാണ്. ഒന്നാമത്തേത് ലഹരി വസ്തുക്കളുടെ കടത്തൽ, അതിന്റെ ഉപയോഗം തുടങ്ങിയവ ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. രണ്ടാമത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം. മൂന്നാമത്തേത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ. ഇത് മൂന്നുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർധനവ് വന്നതായി കണക്കുകൾ നമ്മളെ കാണിച്ചു തരുന്നത്. ഡിജിറ്റൽ ക്രൈമുകളെ ഒരു സെപ്പറേറ്റ് വിഭാഗമായി കണക്കാക്കുന്നില്ല. കമ്പ്യൂട്ടറിലൂടെ, നെറ്റ്വർക്കിലൂടെയുള്ള ക്രൈമുകളെ അതത് കാറ്റഗറിയിൽ തന്നെയാണ് പെടുത്തുന്നത്. അങ്ങനെ പരിശോധിച്ചാൽ ഈ 3 മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ക്രൈമുകൾ നടക്കുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം നമ്മൾ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുറ്റകൃത്യങ്ങളുടെ കാരണങ്ങൾ ഒരു 10 വർഷം മുമ്പുള്ള കാരണങ്ങളും ഇപ്പോഴുള്ള കാരണങ്ങളും വളരെ വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണാം. മുൻപ് ഒരു കൊലപാതകം നടത്താൻ പ്രേരകമായ കാരണങ്ങളും ഇന്നൊരു കൊലപാതകം നടത്താൻ പ്രേരകമായ കാരണങ്ങളും വളരെ വ്യത്യാസമാണ്. നമ്മൾ ഈ ചർച്ചയിൽ മുൻപ് തന്നെ പറഞ്ഞതുപോലെ വളരെ നിസാര കാര്യങ്ങൾക്ക് പോലും, ഒരു പ്രണയം പരാജയപ്പെട്ടതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിഷേധത്തിന്റെ പേരിൽ, ചെറിയൊരു സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ, അന്ധവിശ്വാസങ്ങളുടെ പേരിൽ പോലും കേരളത്തിൽ കൊലപാതകം നടക്കുകയാണ്. ഒരു 10 വർഷം മുൻപ് നമ്മൾ കേട്ടാൽ മൂക്കത്ത് വിരൽ വെക്കുമായിരുന്ന വിഷയങ്ങൾ ഇന്ന് നമ്മുടെ കൊലപാതകങ്ങളുടെയും മറ്റു കുറ്റകൃത്യങ്ങളുടെയും കാരണമായി വരുന്നു എന്നതാണ്. ഇതിന് പല കാരണങ്ങൾ പല സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ ചർച്ചയിൽ വെച്ചതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ വലിയൊരു കാരണമായി പല സമൂഹങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. പല സമൂഹങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരോധിക്കാനും നിർത്തലാക്കുന്നതിനുമുള്ള അവരുടെ ശ്രമങ്ങൾ നടത്തി വിജയം കണ്ടപ്പോൾ കുറ്റകൃത്യങ്ങളും സ്വാഭാവികമായി കുറഞ്ഞതായും കണ്ടെത്തിയിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളും നമുക്ക് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായി ഉണ്ട്. പിന്നീട് നമ്മൾ പറയുണ്ടായി ഡിജിറ്റൽ വേൾഡും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും. ഡിജിറ്റൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതെങ്ങനെ നേരിടണമെന്ന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നതാണ്. ഈ മൊബൈൽ ഫോണിന്റെ ആവിർഭാവവും 5G ഇന്റർനെറ്റ് സംവിധാനവും ഒക്കെ വളരെ പുതിയ ഒരു വിഷയമായതിനാൽ തന്നെ സാമൂഹ്യപരമായി ഇതിനെ എങ്ങനെ നേരിടണം, ഈ വിഷയത്തിലൂടെ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മുടെ സമൂഹത്തിന് ഇന്ന് തന്നെ കാര്യമായ അറിവില്ല എന്നതാണ് ഇവിടെ ദുഃഖകരമായ